വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുനാഥൻ്റെ പിന്നാലെ നടക്കുന്നതിനെ പ്രതി തങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എന്തെന്നുള്ളതാണ് പത്രോസിൻ്റെ സ്വാഭാവികമായ സംശയം. ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നതിൻ്റെ പിന്നിൽ മിശിഹായെ പറ്റിയുള്ള കാഴ്ചപ്പാടും യേശുവിനോട് ഒപ്പം നടക്കുമ്പോൾ യേശുവിലൂടെ സംഭവിക്കണമെന്ന് അപ്പോസ്തലന്മാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം മിശിഹ എന്ന് പറയുന്നത് റോമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിക്കുകയും പഴയ പ്രതാപത്തോടുകൂടി പുതിയ രാജ്യം സ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രഥമമായ കാര്യം. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ഇനി മുന്നോട്ടങ്ങനെ പോയി ഒരു രാജ്യം സ്ഥാപിതമായി കഴിയുമ്പോൾ തങ്ങളുടെ സ്ഥാനം എന്തായിരിക്കുമെന്നുള്ളത് അവരുടെ സ്വാഭാവികമായ സംശയമാണ്. അധികാരത്തിൻ്റെ ഇടതും വലതുമിരിക്കാൻ അവകാശം ചോദിക്കുന്ന ശിഷ്യന്മാരെയും നാം സുവിശേഷത്തിൽ വായിക്കുന്നത്. അത് സ്വാഭാവികമായ ഒരു അന്വേഷണവും ചോദ്യവും തന്നെയായിരുന്നു. എന്നാൽ യേശുനാഥൻ മറുപടി പറയുന്നതാവട്ടെ 100 മടങ്ങ് തിരികെ കിട്ടുമെന്ന്. പ്രതിഫലം അത് 100 മടങ്ങാണ്. നിനക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതിനും ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്ത് ദൈവം നിന്റെ ജീവിതത്തിന് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. പക്ഷെ അതിനൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഉപേക്ഷിക്കുന്നതൊക്കെ സുവിശേഷത്തെ പ്രതി ആയിരിക്കണം, ക്രിസ്തുവിനെ പ്രതി ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ ആ നഷ്ടത്തിന് കാരണം ക്രിസ്തു മഹത്വത്തിന് വേണ്ടി നീ എടുക്കുന്ന ത്യാഗങ്ങളായി രൂപാന്തരപ്പെടണം. അല്ല എങ്കിൽ പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തെ പ്രതി ഒന്നും നഷ്ടമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്കൊന്നും നഷ്ടപ്പെടുത്താൻ ഇഷ്ടമില്ലാത്ത മനുഷ്യരാണ്. പക്ഷെ പ്രതിഫലം എപ്പോഴും നാം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിനോടൊപ്പം നടക്കുന്നതിൻ്റെ പ്രതിഫലം, ക്രിസ്ത്യാനിയായതിൻ്റെ പ്രതിഫലം സ്വർഗത്തിൽ ആഗ്രഹിക്കുന്ന മനുഷ്യനോട് കൃത്യമായിട്ട് യേശുനാഥൻ സംവദിക്കുന്നു. നീ സുവിശേഷത്തെ പ്രതിയും ക്രിസ്തുവിനെ പ്രതിയും ഈ ഭൂമിയിൽ നഷ്ടം സഹിക്കുന്ന മനുഷ്യനായി മാറണം. അതിന് മാത്രമേ പ്രതിഫലം ഉണ്ടാവുകയുള്ളൂ. തീരുമാനങ്ങളൊക്കെ ക്രിസ്തുവിനെ പ്രതിയാകണം, സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ആവണം. നിന്റെ ജീവിതത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ സുവിശേഷത്തിന് വേണ്ടി നീ മാറ്റിവെക്കുന്നുവോ, ഏതൊക്കെ കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നീ മാറ്റിവെക്കുന്നുവോ, അതെല്ലാം 100 മടങ്ങായി നിനക്ക് തിരികെ കിട്ടും. ഇത് ഒരു വലിയ വിചിന്തനത്തിൻ്റെ വിഷയം കൂടി തന്നെയാണ്. നാം എന്ത് നഷ്ടപ്പെടുത്തുന്നു, സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്ത് ത്യാഗമാണ് ആവശ്യപ്പെടുന്നത്, സുവിശേഷം സ്വീകരിക്കുകയും ക്രിസ്ത്യാനിയായി ക്രിസ്തുവിനെ അംഗീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ നിന്റെ ജീവിതത്തിന് എന്ത് നഷ്ടമാണ് ഇന്ന് വരെ നിനക്കുണ്ടായിട്ടുള്ളതെന്ന് ഒന്ന് അന്വേഷിക്കാനായിട്ട് വലിയ കടപ്പാട് നമുക്കുണ്ട്. ത്യാഗത്തിൻ്റെയും ഈ വിശുദ്ധ വാരത്തിലേക്കൊക്കെ നാം പ്രവേശിക്കുമ്പോൾ ഏറ്റവും വലിയ ചിന്തയായിട്ട് ഇത് കൊണ്ടു നടക്കാൻ കൂടി നമുക്ക് കഴിയട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.